ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിവിടെയും സുഖമായിരിക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് കാഷ്യൂനട്ടും ഒന്നും അരയ്ക്കാതെ വളരെ ടേസ്റ്റോട് കൂടിയ ഒരു വെജിറ്റബിൾ സ്റ്റൂ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഒന്ന് ജസ്റ്റ് ഒരു സവോള ഒന്ന് സോട്ട് ചെയ്ത് താമസം മാത്രം, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ടൈം ഒന്നും എടുത്തിട്ടില്ല. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും നമുക്ക് വളരെ ടേസ്റ്റോടു കൂടി ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുന്നതിനുള്ള എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തേങ്ങ പാൽ, ഇത് നല്ല ഒന്നാം പാൽ, കട്ടിയുള്ള ഒന്നാം പാൽ എടുത്ത് വെക്കണം. പിന്നെ വേണ്ടത് ഇത് 1 കപ്പ് ഒന്നാം പാൽ. പിന്നെ വേണ്ടത് നമുക്ക് അതുപോലെ തന്നെ 2-ാം പാൽ. വെജിറ്റബിൾസ് എല്ലാം ഇതിൽ നമുക്ക് വേവിച്ചെടുക്കണം. അതിന് ശേഷം വേണം ഒന്നാം പാൽ ഉപയോഗിക്കാൻ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ഏലക്ക, ഒരു ബേ ലീഫ് ഞാൻ ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 3-4 ഗ്രാമ്പു, ചെറിയ ഒരു കഷ്ണം ഒരു പട്ടയാണ്, ഞാനത് ചെറുതാക്കി 3ആക്കി ഒടിച്ചു വെച്ചിരുന്നു. പിന്നെ പച്ചമുളക്, അത് എരിവൊക്കെ അവനവൻ്റെ ആവശ്യത്തിന്. ഇത് ഞാൻ ഒരു 3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 4-5 വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ 1 കപ്പ് സവോള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ ബീൻസ് ഇത് 1 കപ്പ്, ക്യാരറ്റ്, പിന്നെ ഗ്രീൻ പീസ്, അത് ഫ്രോസണോ അല്ലാത്തതോ ഏത് വേണേലും ഉപയോഗിക്കാം. ഡ്രൈ ആണെങ്കിൽ നിങ്ങളത് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കുക. പിന്നെ ഇത് ഞാൻ 1 കപ്പ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ചൂടുവെള്ളത്തിൽ ഉപ്പും ഒക്കെ ഇട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടറ്റോ, ഒരു വലിയ ഒരു സൈസാണ്, വലിയതാണെങ്കിൽ 1, മീഡിയം സൈസാണ് 2. ഞാനിത് വലിയൊരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ നമുക്ക് കുറച്ച് മല്ലിയില പൊടിയായിട്ടരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള 1 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ആവുന്നത്. എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ നമ്മൾ ചൂടായി, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. ഏലക്ക ഒന്ന് പൊട്ടിച്ചൊന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കണേ. പിന്നെ നമുക്ക് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ബേ ലീഫ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഏലക്കായ പൊട്ടി, അതുപോലെ തന്നെ ഗ്രാമ്പു എല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. പെരിഞ്ജീരകവും കൂടി പൊട്ടി. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കിന് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഇച്ചിരി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരട്ടെ. അപ്പോഴത്തേനും ഒരു നല്ല മണമൊക്കെ വരും. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇതുപോലെ ജസ്റ്റ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയായിട്ട് അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വാടി വരണം. ഇതൊന്ന് വാടി വരട്ടെ. നന്നായിട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് അടുത്ത വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാനപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പം ഈ സബോളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ജസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സബോള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ സവോള വാടിയിരിക്കുന്നു, നന്നായിട്ട് ഇത് വാടി വന്നിട്ടുണ്ട്, കളറൊക്കെ ചേഞ്ചായി. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയൊന്ന് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക്. അത് ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ബീൻസും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോയും ഇട്ട് കൊടുക്കും. ഈ പൊട്ടറ്റോയിന് ഒരു ഇത്രയും ഞാൻ പൊട്ടറ്റോ എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇത് നമുക്കൊന്ന് അരച്ച് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇത് ഞാൻ മാറ്റി വയ്ക്കുക. ഇനി ഇത് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്ത് മുളക് പൊടിയോ മഞ്ഞൾ പൊടിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇച്ചിരി കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കും. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. അപ്പോഴത്തേക്കിന് നമുക്ക് അതിന് ശേഷം വേണം രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടി വരട്ടെ. പിന്നെ ഉപ്പ് പോരെങ്കിൽ ഒരു ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം ഒന്ന് വാടി വരട്ടെ. അപ്പം നമുക്ക് ഇതൊരു മൂടി വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുക. ഇടയ്ക്ക് നമുക്ക് 1-2 തവണ ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു. ജസ്റ്റ് ഇടയ്ക്ക് നിങ്ങൾ 1-2 തവണ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ രണ്ടാം പാലിൽ കിടന്ന് ഈ വെജിറ്റബിൾ എല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ഇതങ്ങ് ഇതിൽ കിടന്ന് ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യ പാൽ ചേർക്കാം. അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇനി മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാവേ. മൂടി തുറന്ന് കണ്ടോ, വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് നല്ല കളർഫുള്ളായിട്ടിരിപ്പുണ്ട് വെജിറ്റബിൾസൊക്കെ. നമുക്ക് നോക്കാം. ഒരു ക്യാരറ്റ് എടുത്ത് സൂപ്പറായിട്ട് വെന്തു. പൊട്ടറ്റോ നോക്കട്ടെ വെന്തോന്ന്. കണ്ടോ, പൊട്ടറ്റോയും വെന്ത് ഉടഞ്ഞു, കോളിഫ്ലവറും വെന്തുടഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യ പാൽ, ഒന്നാം പാൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എനിക്ക് നല്ല കട്ടിക്ക് കുറുകുറാന്നിരിക്കുന്ന പാല്. ഞാനിത് ഒരു കപ്പിൽ ഇച്ചിരൂടെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. ഇത് നോക്കാം. ഇനി നമ്മൾ നേരത്തെ കുറച്ച് പൊട്ടറ്റോ മാറ്റി വെച്ചില്ലേ, അത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതുള്ള സ്മാഷ് ചെയ്ത് നന്നായിട്ടൊരു പേസ്റ്റാക്കി എടുത്തു. ഇനി നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാഷ്യൂ പേസ്റ്റോ ഒന്നും നമുക്ക് ചേർക്കണ്ട. വളരെ വളരെ ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്കിതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പേസ്റ്റാക്കിയ പൊട്ടറ്റോയും ചേർത്ത്. ഇപ്പോൾ നോക്കിയാൽ കറിയുടെ ടെക്സ്ചറേ മാറി, നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവ് കുറച്ചും കൂടെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. നമുക്ക് ഇത് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പും അല്ലാതെ ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഇത് ഏറ്റവും നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കേ, അപ്പം അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കണം. അത് ഈ ഉപ്പും ഈ പൊട്ടറ്റോയുടെയൊക്കെ ഇതെല്ലാം ടേസ്റ്റും എല്ലാം നന്നായിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടും. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊരു താളിപ്പ് റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ നോക്കി സ്റ്റൂ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് റെഡിയാക്കാം. അതിന് ഒരു ചെറിയ താളിപ്പ് ചട്ടി എടുത്ത് നമുക്ക് വെക്കാം. കൊണ്ട് ചട്ടി ചൂടായിട്ടുണ്ട്. താളിപ്പ് പാൻ, അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി മൂപ്പിച്ചിട്ട് കൊടുക്കും. ഞാനിതിൽ കടുക് ചേർക്കുന്നില്ല, ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അപ്പം നന്നായിട്ട് എണ്ണ ചൂടായി.
ഇനി ഇതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഒന്ന് മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതുപോലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് മൊത്തം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇതിന് ഗാർണിഷിന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ അങ്ങ് മൂടി വെക്കുക. ഇളക്കം ഒന്നും ചെയ്യരുത്, ഇതിങ്ങനെ അങ്ങ് മൂടി വെക്കുക. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഇളക്കി സെർവ് ചെയ്യാം. നമ്മുടെ താളിപ്പിന് ശേഷം 2 മിനിറ്റിന് ശേഷം നോക്കിയേ നമ്മുടെ കറി ഉണ്ടോ ഏറ്റവും നല്ല ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയ ഒരു സ്റ്റൂ ആണ്. അധികം മെനക്കേടൊന്നുമില്ല, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, മസാലകളൊന്നും അധികമില്ല. നല്ല അടിപൊളി നല്ല തിക്ക് ഗ്രേവിയോടുകൂടി വന്നിരിക്കുന്ന ഈ സ്റ്റൂ അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. ഈവൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആയാൽ പോലും വൈറ്റ് റൈസ് ആയാലും നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കൂട്ടത്തിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടിൽ ദെൻ ബൈ ബൈ.